പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് എവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്നേക്ക് മാസ്റ്റർ എന്ന പ്രോഗ്രാം ഇങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ കണ്ട ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒത്തിരി പുതിയ ആൾക്കാരെയാണ്. പക്ഷേ അതിന് ഇടയിൽ എനിക്കൊരു സന്തോഷമുള്ളത്, നമ്മുടെ ടീമിന് 2 സ്ഥലത്ത് എന്നോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ ആഴ്ച സ്നേക്ക് മാസ്റ്ററിലൂടെ നമ്മുടെ പ്രേക്ഷകർ കണ്ട 74ാമത്തെ രാജവൻപാല, അന്ന് ടീം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കൊല്ലം ജില്ലയിൽ തെന്മലയ്ക്കടുത്ത് വെള്ളച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു വീട്ടിനകത്ത് കമിഴ്ത്ത് ഷീറ്റിനകത്തുനിന്നൊരു 11 അടിയോളം നീളമുള്ളൊരു രാജവൻപാലയെ പിടിക്കാൻ കഴിഞ്ഞു. അന്ന് ടീമിനെത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അതേ സ്ഥലത്തുനിന്ന് 2 രാജവൻപാല ഒരുമിച്ച് പിടികൂടിയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ 2 ദിവസം കൂടി പിന്നിട്ട് ഈ കഴിഞ്ഞ മാസം തന്നെയാണ് 30-ാം തീയതി, കഴിഞ്ഞ മാസം 9-ാം മാസം 30-ാം തീയതി കൊല്ലം ജില്ലയിൽ തന്നെയാണ് പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ കറവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ അടുക്കളയുടെ സ്ലാബിൻ്റെ അടിയിൽ പാത്രങ്ങൾക്കിടയിൽ ഒരു അതിഥി വന്ന് പെട്ടു എന്ന് പറയാം. അവർ മൂർഖനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി അവിടെ എത്തിയപ്പോൾ അടുത്ത ഫോറസ്റ്റിലെ സാറന്മാർ പറഞ്ഞു മൂർഖനല്ല, രാജവൻപാലയാണെന്ന് പറയുന്നു എന്ന് പറയും. എന്തായാലും ഞാനവിടെ പോയി നോക്കി, രാജവൻപാല തന്നെയായിരുന്നു. 8 അടി നീളമുള്ള 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞൻ രാജവൻപാലയെ പിടികൂടാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ 76ാമത്തെ രാജവൻപാലയെ പിടികൂടാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. എന്നാലും എനിക്ക് 3/4 സെഞ്ചുറി, രാജവൻപാലത്തിന് 3/4 സെഞ്ചുറി തയ്ക്കാൻ കഴിഞ്ഞു. 3/4 സെഞ്ചുറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന അതിഥികൾ വളരെ വിചിത്രമായ കഥകൾ പറയുന്ന ആൾക്കാരുണ്ട്, അന്ധവിശ്വാസങ്ങളുമായിട്ട് ജനങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്ത അതിഥികളും ഈ ഇനി വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ തേടി പിടിച്ചതല്ല ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി. ഇന്നലെ, അതായത് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിക്കപ്പുറം പെരുമ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് എനിക്ക് ഒരു കോള് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നത്. നൂറിനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അവിടെ പോയി ആ അതിഥിയെ പിടികൂടി. ആ അതിഥി ആരാണെന്നും എന്താണെന്നും അദ്ദേഹത്തിൻ്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് നേരിട്ട് അതിഥിയെ കാണുമ്പോൾ, അതിഥിയെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. നമുക്ക് പുതിയ അതിഥിയെ കാണാം. അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വിചിത്രമായ കഥകൾ പറയുന്ന അതിഥി. അതായത് വിചിത്രമായ കഥകൾ കണക്ട് ചെയ്ത് പോകുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തന്നെ വളരെ ചെറിയ കുഞ്ഞു കണ്ണാണ്. വേറൊരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അതേ കളറാണ് കണ്ണിന്. വളരെ ചെറിയ കണ്ണാണ്. മൂക്കിൻ്റെ സ്ഥാനത്ത് ഹോളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിനെയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കഥകളും ആയിട്ട് കണക്ട് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാം, ഈ കളർ നല്ല ഒരു ചുവന്ന, അതായത് നമ്മുടെ കാപ്പിപ്പൊടി വെള്ളത്തിൽ കലക്കിയുള്ള കളറാണ്. മറ്റ് പാമ്പുകളെ പോലെ ഷൈനിങ് ഇല്ല. ഇദ്ദേഹത്തിൻ്റെ പേര് മണ്ണൂലിപ്പാമ്പ് എന്നറിയപ്പെടുന്നു, റെഡ് സാൻഡ് ബോവ എന്നറിയപ്പെടുന്ന പാമ്പാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ ഈ പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ എനിക്കവിടെ ഒരാളിനോട് എനിക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നു. കാരണം ഈ അതിഥിയെ പിടിക്കാൻ പോയപ്പോൾ അവർ നാട്ടുകാരവിടുത്തെ വന്നിട്ട്, ഞാൻ എത്തുന്നതിന് മുന്നേ അവിടുത്തെ പ്രിയ സഹോദരിമാരായിട്ട് കമ്പൗണ്ട് കോരി ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്നു. അപ്പോൾ അവിടെ മദ്യപിച്ചിട്ട് വന്നൊരു ചേട്ടൻ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഈ പാമ്പിനെ കൊടുത്തയക്കേണ്ട, ഇത് കോടികൾ വിലയുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നന്നായിട്ട് ഷൗട്ട് ചെയ്തു. ഞാൻ അപ്പോഴും തന്നെ അവിടെ നിന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയാണെങ്കിലും അതിൻ്റെ അവിടുത്തെ ആനിമൽസിനെ കെയർ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി റാപ്പിഡ് റെസ്പോൺസ് ടീമാണ്.
അപ്പോൾ അവിടുത്തെ DFO ആയിട്ട് കണക്ട് ചെയ്തു. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം സ്ഥലത്ത് ബാംഗ്ലൂരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ശ്രീമാൻ അശോക് സാറിനെ വിളിച്ച കാര്യങ്ങൾ സാർ ഇന്നതുപോലെ ഒരു കോൾ വന്നിട്ടുണ്ട്, എന്തായാലും ഞാൻ അതിനെ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്ന കോൾ കിട്ടാതിരുന്നപ്പോൾ DFO ഒരു അരമണിക്കൂർ എന്നെ തിരിച്ച് വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിന് സാർ ഇങ്ങനൊരു കേസ് ഉണ്ട്, അത് ഇന്നതുപോലെയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി സുരേഷ് കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് സാറിനെ വിളിച്ചു, സാറേ ഇത് നമുക്ക് കാട്ടിൽ വിടണ്ട, നമുക്ക് അല്ലാതെ ഏതെങ്കിലും പാമ്പിനെ വളർത്തുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മുടെ സൂവിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അതിഥിയെ സൂവിലേക്ക് കൈമാറും. മറ്റ് പാമ്പുകളെ പോലെ ഷൈനിങ്, തിളക്കമില്ലാത്ത ശരീരമാണ്. അതുപോലെ നമുക്ക് കാണാം, ഇത് കണ്ടു കഴിഞ്ഞാൽ തല പോലെ ഇരിക്കും. ഇത് തലയല്ല, ഇത് വാലാണ്. മണ്ണൂലി, ഇരുതല പാമ്പ്, ഡബിൾ ഹെഡഡ് സ്നേക്ക് എന്ന് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക ഈ ഭാഗം കൊണ്ട് ഇളക്കമുള്ള മണ്ണിൽ ആഴത്തിൽ ഹോളുണ്ടാക്കി വിര പോലെ, ഇദ്ദേഹം മണ്ണര വംശമാണ്. നാക്കുണ്ടെന്നുള്ള, വിരയ്ക്ക് നാക്കില്ല, ഇദ്ദേഹത്തിന് നാക്കുണ്ട്. ഇപ്പോൾ പാമ്പിൻ്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം നോക്കുക, വാലിതാണ്. ഇനി നമുക്ക് തല കാണാം. തലയും വാലും നോക്കുക, രണ്ടും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ വാലിൻ്റെ ഭാഗത്ത് നാവില്ല. പിന്നെ ചിലർ പറയുന്നു, ഈ പാമ്പിനെ, ഈ അന്ധവിശ്വാസങ്ങൾ പറയുന്നത് വെള്ളത്തിൽ ഈ പാമ്പിനിടുമ്പോൾ രണ്ട് വശത്തും കൂടി കുമള പോകുന്നതാണ്. അതിൽ മറ്റൊന്നുമല്ല, ഈ വാലിൻ്റെ ഭാഗം താണ്ട് ഇവിടെ അതിൻ്റെ മോശം പോകുന്ന ഭാഗം, അപ്പോൾ ഏറ് പുറത്തേക്ക് പോകുന്നതാണ്. ഇത് കണ്ടിട്ടാണ് പറയുന്നത് രണ്ട് വശത്തും കൂടി ഏറ് പോകും, രണ്ട് വശത്തും ഇവർക്ക് വായാണെന്നാണ്. വാലില്ലാത്തതുകൊണ്ട് ആ വാലിൻ്റെ എൻഡിൻ്റെ അടുത്താണ് ഈ മോഷൻ പോകുന്ന ഏരിയ വരുന്നത്. അപ്പോൾ അതിൽ കൂടെ ഏറ് പോകുന്നു, രണ്ട് വശത്തും ഏറ് പോകുന്നൊരു പ്രത്യേകത. അപ്പോൾ പറയും രണ്ട് തലയുണ്ടെന്ന്. ശുദ്ധ മണ്ടത്തരാണ്. ഇത് തല, മൂക്ക് കണ്ട് അവിടെ ഹോള് കാണാം. ഇത് തലയല്ല, വാലാണ്, പരന്ന വാല്. ഇവർ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ഇവർ കടിക്കുന്ന പാമ്പ് തന്നെ. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എലിയും മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെയാണ്. മണ്ണിൻ്റെ അടിയിൽ പതുങ്ങിയിരുന്നിട്ട് തല മുകളിലേക്ക് വെച്ചിട്ട് തീറ്റി പിടിക്കുന്നൊരു വിനോദം ഇവർക്കുണ്ട്. കാണുക, ഇദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് ഇവരുടെ ശരീരത്തിൽ ഈ റെഡ് സാൻബോയ്ക്കാണ് ആൾക്കാർ കൂടുതൽ വിലയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ ശരീരത്തിൽ ഈ നടുവിൻ്റെ ഭാഗത്ത് ഒരു വെയിൻ ഫോം ചെയ്യുന്നു, ആ വെയിനിൽ എറിഡിയം എന്ന സാധനം ഫോം ചെയ്യുന്നു എന്നാണ്. ശുദ്ധ മണ്ടത്തരാണ്. കാണുക, നല്ല സോഫ്റ്റായിട്ടുള്ള സ്കിൻസാണ് ഇവർക്ക്. ഇവരുടെ പ്രത്യേക വാല് നോക്കാൻ നമുക്ക് നല്ല അടിവശമൊക്കെ നല്ല മഞ്ഞ കലർന്നൊരു കളറാണ്. കാണുക, തലയെപ്പോലെ തല ചലിപ്പിക്കും പോലെ വാലും ഇവർക്ക് ചലിപ്പിക്കാൻ കഴിയും. ഇവരുടെ ഭക്ഷണ രീതി തന്നെ, ഭക്ഷണത്തെ പിടിച്ചിട്ട് ചുറ്റി അമർത്തി കൊല്ലുന്ന ഒരു പ്രത്യേകതയാണ് ഇവരുടെ ഭക്ഷണ രീതി. കാണുക, കോമൺ സാൻബോവ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി. ഇത് റെഡ് സാൻബോവ എന്നറിയപ്പെടുന്ന അതിൽ കടിക്കുന്നു. കണ്ണ് നമ്മൾ കണ്ടു, ചെറിയ കണ്ണ്. നാവ് കാണാം, നാവ് ഇതാ പുറത്തേക്ക് ഇടുന്നത് കാണാം നമുക്ക്. ചെറിയ നാവാണ്. പൊതുവിൽ ശാന്തസ്വഭാവത്തിന് വെനമില്ല ഇവരുടെ പ്രത്യേകതയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ശരീരമാണ്, നല്ല തണുത്ത ശരീരമാണ്. എനിക്ക് എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഒരു 8 വയസ്സോളം പ്രായം വരുന്നു ഇവർക്ക്. ഏകദേശം ഒരു 1.5 കിലോയോളം, ഒരു 1.5 കിലോയോളം ഭാരവും വരുന്നു എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഇദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം അങ്ങനെ കണ്ടുവരുന്നത്. ഇദ്ദേഹത്തിന് കൂടുതലായി കണ്ടുവരുന്നത് മണലിൻ്റെ അംശം കൂടിയ മേഖലകളിൽ, മണലിൻ്റെ അംശം കൂടിയ സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലായി കണ്ടു. മണൽ നല്ല ആഴത്തിൽ, നമ്മൾ കടപ്പുറം ഏരിയ പോലത്തെ സ്ഥലങ്ങൾ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ മാനാമധുരയിലും ബോംബെയിലൊക്കെ ഇവരെ കണ്ടുവരുന്നു. ഇവർ മണ്ണ് മാറ്റുമ്പോൾ ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലെങ്കിലും അപ്പോൾ ആളുകൾ പേടിച്ചു വീഴും ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത, പ്രസവിക്കുന്ന പാമ്പിൻ്റെ പട്ടികയാണ്. പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കണം, പ്രസവിക്കുകയല്ല. മറ്റ് അണലിയൊക്കെ പോലെ തന്നെ കുഞ്ഞുങ്ങൾ ഒരു ഭാഗത്ത് തയ്യാറായിട്ട് അത് കുഞ്ഞുങ്ങളായി വരുന്നവരെ മുട്ട വയറ്റിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തതിനു ശേഷം കുഞ്ഞുങ്ങൾ ആ മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അറിഞ്ഞു വെക്കേണ്ടത്. ഇതാണ് ആ ഒരു ഏരിയ. മോഷൻ പോകുന്ന ഭാഗവും ഇതൊക്കെ യൂറിൻ പോകുന്നതൊക്കെ ഈ ഏരിയ കൂടി തന്നെയാണ്. ഇദ്ദേഹം മെയിൽ ആൺ പാമ്പ് വർഗ്ഗമാണ്, ആൺ മണ്ണൂലി പാമ്പാണ് ഇദ്ദേഹം. കാണുക, ഇനി ഇദ്ദേഹത്തിനെ നമ്മുടെ അമ്മമാർ പറയുന്നൊരു കഥയുണ്ട്. ഇദ്ദേഹം വാലിട്ട് കുത്തിയാൽ, ഈ വാലിട്ട് ഇദ്ദേഹത്തിൻ്റെ കുത്തുകൊണ്ടാൽ കുഷ്ഠരോഗം വരുമെന്നൊക്കെയാണ് നമ്മുടെ പൂർവികർ പ്രചരിപ്പിക്കുന്നത്. ഇതെല്ലാം മണ്ടത്തരമാണ്. അതുപോലെ ഈ പാമ്പിനെ വളർത്തുന്നത് ഐശ്വര്യം എന്നൊക്കെ ഉള്ള തെറ്റായ കഥകളുണ്ട്. അതൊന്നും ശരിയല്ല. ഈ പാമ്പിന് കോടികളുടെ വിലയൊന്നുമില്ല എന്ന് ആദ്യം അറിഞ്ഞു വെക്കുക. ഒരു കാരണവശാലും ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ പാമ്പിന് വിറ്റാൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പിറകെ പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ കോടികളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഫോറസ്റ്റ് ആ ആളിനെ പിടിച്ച് പ്രതിയാക്കി ജയിലിലടയ്ക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സാധുജീവിയുടെ പിറകെ പോകാതിരിക്കുക. ഇതിന്
100 രൂപ പോലും വിലയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി സാൻഭവ്. അദ്ദേഹത്തിന് തൊട്ടുവെന്ന് പറഞ്ഞാൽ തലോടി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോലും. എന്തായാലും നമുക്ക് നമ്മുടെ ഈ അന്ധമായ കഥകൾ ആണ് നമ്മൾ ഈ സാധു ജീവിയെ ഇങ്ങനെ ഒരു വിചിത്ര ജീവിയായി ഭീകര ജീവിയായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള അറിയുക. ഇതാ നോക്കുക, തലയും വാലും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. വയറ്റിൻ്റെ അടിവശത്ത് നല്ല ഒരു ചെറിയ മഞ്ഞയും കാപ്പിപ്പൊടിയും കൂടി കലർന്ന കളറാണ്. സ്കിൻസ് കണ്ടാൽ ഈ ചേരയുടെ സ്കിൻസ് പോലെയാണ് സൈഡിലെ സ്കിൻസ്, ഡൈസ് ഡിസൈൻ. മുകളിൽ ഏറ്റവും മുകളിലത്തെ വശം നോക്കിക്കഴിഞ്ഞാൽ മുറുക്കൻ പാമ്പിൻ്റെ അതേ സ്കിൻസാണ്, ഓവൽ ഷേപ്പിലാണ്. സൈഡിൽ ഡൈസിൻ്റെ ഷേപ്പും മേളുവശത്ത് നല്ല ഓവൽ ഷേപ്പുമാണ്. ചിലപ്പോൾ ഇതിൻ്റെ ചട്ട പൊഴിക്കുന്ന കണ്ടാൽ ചില ആൾക്കാർക്ക് തോന്നാം ഇത് മുറുക്കൻ പാമ്പിൻ്റെ ചട്ട. നല്ല ഈ കളർ കാണുമ്പോൾ തന്നെയാണ് ഇവർ സ്കിൻ ഷെഡ് ചെയ്യുന്നത്. ഇതേ കളർ തന്നെയുള്ള മറ്റു പാമ്പുകളെ പോലെ വെള്ള കളറൊന്നുമല്ല, ഈ കളറിൽ തന്നെയാണ് ഇവരുടെ സ്കിൻ ഷെഡിങ്. കാണുക, പക്ഷി കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം എലിയും ചുണ്ടലിയൊക്കെ ഇവ പിടിക്കുന്നു. സാധാരണ പാമ്പുകൾ ചുണ്ടലിയെ പിടിക്കാറില്ല, ഇവ ചുണ്ടനെയും പിടിക്കുന്നു എന്നുള്ളത് അറിഞ്ഞു വെക്കുക. നമ്മുടെ നാട്ടിൽ ഇളക്കമുള്ള മണൽ മാത്രമല്ല ഇളക്കമുള്ള മണ്ണുള്ള മേഖലകളിൽ ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നു. ഇതിപ്പോൾ ആലപ്പുഴയിൽ നൂറ് നടന്ന സ്ഥലത്ത് ഒരു 2-3 ചെറുപ്പക്കാർ ഇങ്ങനെ അവർ സഞ്ചരിച്ച് പോയപ്പോൾ എന്തോ ഒരു ജീവിയെ എഴുതുന്നത് കണ്ടിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അത് ഉടനെ തന്നെ ആൾക്കാർ കൂടിയപ്പം ഇളക്കമുള്ള മണ്ണിലേക്ക് അങ്ങ് താഴ്ന്നു പോവുകയാണ് ഉണ്ടായത്. രാത്രിയും പകലും ഇര തേടുന്നൊരു ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ബോൾ പോലെ ഉരുണ്ട് കിടക്കുന്നൊരു പ്രത്യേകത ഇവർക്കുണ്ട്. മുൻകാലങ്ങളിൽ കുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഇരയെ അമർത്തി കൊല്ലുന്ന പാമ്പിൻ്റെ പേര് പറയുക എന്നാണ്. അപ്പോൾ എല്ലാവരും പറയും പെരുമ്പാമ്പ് മാത്രമാണ് ഇരയെ അമർത്തി കൊല്ലുന്നതെന്നല്ല. ഈ പാമ്പും ഈ മണ്ണൂലിപ്പാമ്പ് വർഗ്ഗങ്ങളൊക്കെ വനമില്ലാത്ത എല്ലാ പാമ്പുകളും ഇരയെ അമർത്തിയാണ് കൊല്ലുന്നതെന്ന് അറിഞ്ഞു വെക്കുക. ഇപ്പോൾ ഈ മണ്ണൂലിപ്പാമ്പും ഇരയെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷമാണ് അവയെ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കാട്ടുപാമ്പും അതുപോലെ തന്നെ ഇരയെ പിടിച്ച് ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷമാണ് അവയെ ഭക്ഷിക്കുന്നതെന്ന് അറിഞ്ഞു വെക്കുക. ഇദ്ദേഹം ഒരു ആൺ മണ്ണൂലിപ്പാമ്പ് നന്നായിട്ട് കടിക്കുന്നു. എന്നാൽ പെട്ടെന്ന് കടിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയൊക്കെ പോകുന്നുണ്ടെങ്കിലും പേടിച്ചാൽ മാത്രമേ ഇവ കടിക്കണം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വളർച്ച 3.5 അടിയാണ്. നോക്കുക, എൻ്റെ കാല് മുതൽ എൻ്റെ ഹിപ്പിൻ്റെ മേൾ വരെയാണ്, എൻ്റെ പാദം മുതൽ ഹിപ്പിൻ്റെ മേൾ വരെ. അപ്പോൾ 3.5 അടിയോളം വളർന്ന് കഴിഞ്ഞു. ഭാരം ഏകദേശം 5 കിലോ 6 കിലോയൊക്കെ ഭാരം വയ്ക്കാറുണ്ട്. മണ്ണ് കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ, നല്ല മണൽ കലർന്ന സ്ഥലങ്ങളിൽ, അല്ല മണലിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇവ 5 കിലോ 6 കിലോയൊക്കെ ഭാരം വെക്കാറുണ്ട്. ഇപ്പോൾ ഈ കഥകൾ പറയുന്നത് തന്നെ ഈ പാമ്പിന് ഇപ്പോൾ ഇറിഡിയം ഉണ്ടാകുന്നില്ല. 5 കിലോയ്ക്ക് മേളിൽ ഭാരം വെച്ചാൽ മാത്രമേ ഇറിഡിയം എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആ വസ്തു ഈ പാമ്പിൻ്റെ ശരീരത്തിൽ ഫോം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശുദ്ധ മണ്ടത്തിലാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഈ അതിഥി എഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. ഇദ്ദേഹത്തിൻ്റെ ശരീരം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. ഇദ്ദേഹത്തിന് ഒരുപാട് മുറിവുകൾ ശരീരത്തിൽ, അതായത് നമുക്ക് കാണാം ഒത്തിരി മുറിവുകൾ, ഒത്തിരി ഒരു 10-25 മുറിവുകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ മണ്ണിൻ്റെ അടിയിൽ ഒളിക്കുന്ന ഒരു പാമ്പായതുകൊണ്ട് ഈ പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ കഴിയില്ല. തൂമ്പ കൊണ്ട് മണ്ണ് മാറ്റുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ആ തൂമ്പയുടെ തുമ്പ് കൊള്ളുന്നതായിരിക്കും, തൂമ്പയുടെ വാത്തല കൊള്ളുന്നതായിരിക്കാം ഈ ദേഹത്ത് ഇത്രയും മുറിവുകളുണ്ടാകുന്നത്. ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തൊക്കെ ഒരു 50-60 മുറിവുകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ വയറിൻ്റെ അവിടെ ഒരു ചെറിയൊരു വീക്കം കാണുന്നുണ്ട്. എനിക്ക് അതും എന്തെങ്കിലും അപകടം ഉണ്ടായതായിരിക്കും. ഇതിൽ ഭക്ഷണം അല്ല വയറ്റിൽ കിടക്കുന്നത്, ഭക്ഷണമല്ല, ഇതൊക്കെ മുറിവിൻ്റെ പാടുകളാണ്. ഒരുപാട് മുറിവ്. ഇപ്പോൾ പിന്നെ നമ്മുടെ മറ്റൊരു പ്രത്യേകതയുള്ളത് JCB ആണ് നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പോൾ JCBയുടെ ബക്കറ്റ് കൊള്ളാനും സാധ്യതയുണ്ട്. ചെറിയ മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടുവരുന്നത്. എന്തായാലും നമ്മുടെ ഈ 8 വയസ്സോളം പ്രായമുള്ള ഈ റെഡ് സാൻബോവ എന്നറിയപ്പെടുന്ന മണ്ണൂലിപ്പാമ്പ്, ചുവന്ന മണ്ണൂലിപ്പാമ്പ്, അതായത് ചുവപ്പെന്ന് പറയാൻ പറ്റില്ല, കാപ്പിപ്പൊടി കലർന്ന കളറാണ്.
പിന്നെ ഷൈനിങ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ദേഹത്ത് മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് സ്കിന്നിൽ ഷൈനിങ് ഇല്ല, തിളക്കം കുറവാണ്. അത് ഈ മണ്ണിൽ ഒളിക്കുന്നത് കൊണ്ടായിരിക്കാം, ഈ മണ്ണിലെ അഴുക്കുകൾ ഇവൻ്റെ സ്കിന്നിൽ പിടിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ കളർ ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ ഈ ആലപ്പുഴയൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അനുഭവമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ റിപ്പോർട്ടാണ്. ഇതിപ്പോൾ ആലപ്പുഴ നൂറിനാട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് റോഡ് സൈഡിലാണ് ഇദ്ദേഹത്തിനെ കണ്ടത്. എൻ്റെ ഒരു സംശയം ഞാൻ പറയുകയാണ്, ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ ആരെങ്കിലും കൊണ്ടുവന്ന് ഇതിനെ കോടികൾ കിട്ടുമെന്നും പറഞ്ഞ് വളർത്തിയതിന് ശേഷം ഫോറസ്റ്റിൻ്റെ കേസിൽ ഉൾപ്പെടുമെന്നായപ്പോൾ ഇതിനെ അവിടെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതായിരിക്കാം, ആകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല അടുത്തൊരു കനാലുണ്ട്, വേറെ ഏതെങ്കിലും ഭാഗത്ത് കനാലിൽ ഉപേക്ഷിച്ചാലും ഈ സ്ഥലത്തേക്ക് വന്ന് കയറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ അവിടെ ഒരു റിപ്പോർട്ട് പോലും ഇരുതല പാമ്പിനെ കണ്ടതായിട്ട് പറയപ്പെട്ടിട്ടില്ല. അവിടുത്തെ നാട്ടുകാരും ഈ ഇനം പാമ്പിനെ കണ്ടിട്ടില്ല. ഇതാണ് റെഡ് സാൻബോവ എന്നറിയപ്പെടുന്ന നമ്മുടെ വിചിത്രമായ കഥകൾ പറയുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ കോടികൾ വില കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ പാമ്പിനെ കടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ എയർപോർട്ടിനടുത്തേക്ക് എത്തുമ്പോൾ അതിനെ പിടിക്കുകയാണ്, ഈ പാമ്പിനെ കൊണ്ട് പോകുന്നവരൊക്കെ പിടിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പേര് ഫോറസ്റ്റിൻ്റെ കേസിൽ പെട്ട് ഇന്ന് ജയിലിലൊക്കെ പോയി അവർ ഇന്ന് കേസ് പറയുന്നു. ഒരു കാരണവശാലും 100 രൂപ പോലും വിലയില്ലാത്ത ഈ പാമ്പിൻ്റെ പിറകെ നിങ്ങൾ പോകാതിരിക്കുക, അന്ധമായ കഥകൾ പറയാതിരിക്കുക. ഈ സാധുജീവി പറമ്പിലെങ്കിലും ജീവിക്കട്ടെ എന്നാണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതുപോലെ പ്രേക്ഷകർ മാത്രമല്ല, പ്രേക്ഷകർ ഈ പ്രോഗ്രാം കണ്ടിട്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയണം. ഇങ്ങനെ കഥ പറയുമ്പോൾ അത് അങ്ങനെയല്ല, അത് തെറ്റാണ്, അത് ഇന്നതുപോലെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ ടീം സഞ്ചരിച്ച് ഒരുപാട് പുതിയ അതിഥികളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ അതിഥിയും നിങ്ങൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ കണ്ടു, അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്ന അന്ധവിശ്വാസങ്ങൾ കേട്ടു. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ അതിഥിയെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ജൈത്ര യാത്രയിലാണ് ഞാനും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമും. എന്തായാലും ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.